എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചീര നമ്മൾ കിളിച്ച ചീരയുടെ അരി വരാൻ പരുവമാവുന്നതിന്, കറി വയ്ക്കാൻ നിർത്തിയിരിക്കുന്ന ചീരയാണെങ്കിൽ അരി വരാൻ പരുവമാവുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിലത്തെ ഇല അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇലയുടെ ഇടയിൽ വെച്ച് മുറിക്കണം. അങ്ങനെ വേണം മുറിക്കാൻ. അരി വന്ന് കമ്പ് മുറ്റാനിടയായ പിന്നെ ചീര കറി വയ്ക്കാൻ ചള്ളാണ്. ചീര തോരൻ വയ്ക്കുകയോ കറി വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണം മുറിക്കാൻ. അതേപോലെ പയർ പൂവിടാൻ പരുവമാകുമ്പോൾ 3 ഇലയാണല്ലേ പയറിന്. 1 വിട്ടുള്ള ഇലകൾ 2 സൈഡിൽ നിൽക്കുന്ന ഇല ഓരോന്നങ്ങ് പിച്ചി മാറ്റുന്നത് നല്ലതാണ്. അപ്പം തണ്ടിൽ ആ വള്ളിയിൽ വെയിൽ തട്ടുകയും പൂവിടാൻ നായ്മ്പ് വരാനും ചെടിക്ക് നല്ല എളുപ്പമാണ്. അതങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ മുളക് ഇങ്ങനെ ശരിക്ക് ഇലയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മുറ്റിയ പഴുക്കാറായ ഇലകളെ മുറിച്ച് മാറ്റി കൊടുക്കണം. അതും നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നടുന്ന പച്ചക്കറികൾ ഏകദേശം ഒരു നല്ല രൂപത്തിലായി വരും. അതിന് ആരോഗ്യവും വരും, അതിലൊരുപാട് പൂവും കായും വരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.